ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പുതിയൊരു കുഞ്ഞു വ്ളോഗാണ്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമ്മൾ ഈ നായക്കുട്ടിനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പാർക്കിൽ വന്നതാണ് കേട്ടോ. നമ്മുടെ കോങ്ങാടുള്ള ഹില്ലാൻഡ് എന്നാണ് തോന്നുന്നു പേര്, എനിക്ക് ഓർമ്മയില്ല. എങ്ങനെയായാലും ആ ഒരു ചിൽഡ്രൻസ് പാർക്കിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ നായക്കുട്ടി ഇങ്ങനെ ദിവസം വാശി പിടിച്ചു കാര്യം കളിക്കുക പോകുക. അപ്പോൾ നമ്മൾ കാണാത്തൊരു സ്ഥലം ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ടിട്ടാട്ടോ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഞാനും ദീയും ഈ നായക്കുട്ടിയും കൂടിയിട്ട് വന്നിട്ടുള്ള. റിയ വന്നിട്ടില്ല. റിയ ചങ്ങലേരിയിലാണ്, എൻ്റെ വീട്ടിലാണ്. റിയ വന്നിട്ടും കാര്യമൊന്നും ഉണ്ടാവില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെറിയ ഒരു 5-6 വയസ്സുള്ള കുട്ടികൾക്കുള്ള കളിക്കാനുള്ള ഒരു സെറ്റപ്പ് അത്രേ ഉള്ളൂ കേട്ടോ. ഒരു പ്ലേ സ്കൂളിൽ ഒരു ഗ്രൗണ്ടിലുണ്ടാവണം അത്രയ്ക്കൊരു പോകുന്നൊരു സെറ്റപ്പ് കേട്ടോ. അപ്പോൾ നമുക്ക് നിങ്ങളുടെ എൻട്രി ഫീസ് 30 രൂപയാണ് ഒരാൾക്കുള്ളത്, 5 വയസ്സിനുള്ള മുകളിലുള്ള കുട്ടികൾക്ക് കേട്ടോ. അതിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ട തോന്നുന്നു. അപ്പോൾ 30 രൂപക്ക് കയറി കഴിഞ്ഞാൽ കുറച്ച് റൈഡൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ടുള്ളതുണ്ട്. ഒരു 3-4 റൈഡിൽ കയറണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ 30 രൂപ വെച്ച് ഓരോന്നിന് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഈ ബോൾ ഹൗസ്, അതേപോലെ വേറെ എന്തൊക്കെയോ 2-3 കുന്ത്രാണ്ടങ്ങളും കൂടി ഉണ്ട്. അതിലൊക്കെ കയറാൻ 30 രൂപ വെച്ച് കൊടുക്കണം. അല്ലാതെ ബാക്കിയുള്ളതിലൊക്കെ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കളിക്കാം കേട്ടോ. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു 5-6 വയസ്സായ കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു വൈകുന്നേരം, അത് ഉച്ച സമയത്തൊന്നും വന്നിട്ട് കാര്യമില്ല, നല്ല വെയിലാണ്. 4 ഭാഗവും പാറ കൊണ്ട് ചുറ്റപ്പെട്ട സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഉച്ചക്കൊക്കെ നല്ല വെയിലുണ്ടാവും. അപ്പോൾ ഒരു 3:30-4 മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു 6-7 മണി വരെയൊക്കെ കുട്ടികൾ കളിക്കാനുള്ള ഒരു സെറ്റപ്പ്. അപ്പോൾ നമ്മൾ ഈ നായക്കുട്ടി ഉള്ളിൽ കയറി ആദ്യത്തെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. ചുറ്റുപോറം നടന്നിങ്ങനെ നോക്കി എവിടെ നിന്ന് തുടങ്ങണം, എന്ത് തുടങ്ങണം എന്നുള്ളത്. അപ്പം അങ്ങനെ ഓള് 4 പുറം ഇങ്ങനെ നടന്നിങ്ങനെ നോക്കുന്നുണ്ട് എവിടെ നിന്നാണ് എന്താണെന്നുള്ളത്. അപ്പം നമ്മൾ ചെന്ന സമയത്ത് ഒരുപാട് ആൾക്കാരൊന്നുമില്ല. നമ്മളൊരു 12 മണിയൊക്കെ ആയിട്ടും അവിടെ എത്തുന്ന സമയത്ത് നമുക്കറിയില്ലല്ലോ അവിടെ എത്ര മണിക്ക് പോകണം, എങ്ങനെ പോകണം എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ അന്വേഷിച്ച് പോയ സമയത്ത് 12 മണിയൊക്കെ ആയി അവിടെ എത്തിയപ്പോൾ. കുറച്ച് ചെക്കന്മാർ ഇത് അവിടെ ഒരു കുളം പോലെ ഒരു സെറ്റപ്പ് ഉണ്ട്, അതിൽ കടന്ന് ചാടി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരു 3-4 ഫാമിലി 1-2 കുട്ടികൾ വെച്ചിട്ട് കളിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഓരവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അത്രയും ഉള്ള ആൾക്കാർ. പിന്നെ ഒരുപാട് ആൾക്കാരൊന്നും അറിയാത്തൊരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇവിടെ വന്നപ്പോൾ കേട്ടോ. അതിന് മാത്രം ഉള്ളതൊന്നും തോന്നിയില്ല. പിന്നെ ഒരു 8 മാസമായി ഇത്ര ഇവിടെ ഇത് തുടങ്ങിയിട്ട്. ഏറ്റവും വലിയ രസം എന്താ വെച്ച് കഴിഞ്ഞാൽ 8 മാസമായി ഇവിടെ തുടങ്ങിയിട്ട്, പക്ഷേ ഞങ്ങൾ ചെന്ന അന്ന് 3 മണിക്ക് ശേഷമാണ് ഇവിടെ ഉദ്ഘാടന പരിപാടി നടക്കുന്നത് കേട്ടോ. മെമ്പറോ ആരൊക്കെയോ കാര്യങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ 4 പുറം വൃത്തിയാക്കണം, അതിനുള്ള സെറ്റപ്പൊക്കെ നടത്തുന്നുണ്ട്. അവിടെ ഒരു ഫീസ്, മറ്റേ എൻട്രി ഫീസ് കൊടുക്കുന്ന അവിടുത്തെ ഒരു ഒരു താത്ത ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓളോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞു ഇങ്ങനെ ഇവിടെ ഇങ്ങനെ എന്നാണ് ഉദ്ഘാടന പരിപാടി എന്ന് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ ഈ നായക്കുട്ടി സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ പോയി ഇതങ്ങനെ കളിക്കാൻ ഓരോന്നിലോരോന്ന് കയറാൻ തുടങ്ങി. അപ്പോൾ ദിയക്ക് ഭയങ്കര ഷൈയാണ് കേട്ടോ. വേറെ വല്ല സ്ഥലത്ത് പോയാലും ഇങ്ങനെ തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ ചെറിയ കുട്ടികളുടെ പാർക്കും കൂടി ആയപ്പോൾ ഒതുങ്ങിയിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഓള് കൂടെ അങ്ങനെ പോയിട്ട് ഇങ്ങനെ കളിച്ച് നോക്ക്, രസമല്ലേന്ന്. അപ്പോൾ പിന്നെ ഈ നായക്കുട്ടിക്കും ഏറ്റവും ഇഷ്ടമായത് അത് തന്നെയാണ്. ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലാത്തത് കേട്ടോ. നമ്മൾ കാഞ്ഞിരപ്പുഴയാണ് ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് ഓളയും കൊണ്ട്. അപ്പോൾ അവിടെ എപ്പോൾ ചെന്നാലും തിരക്കുണ്ടാവും. നമ്മളൊരു 3 മണിക്കൊക്കെ ശേഷം അവിടെ ചെല്ലുന്ന സമയത്ത് എങ്ങനെയായാലും പാർക്ക് മൊത്തം കുട്ടികളുണ്ടാവും. അപ്പോൾ ഒരുപാട് എണ്ണത്തിലൊന്നും കയറി കളിക്കാനോ ഇഷ്ടത്തിന് ഓടിക്കളിച്ച് നടക്കാനൊന്നും പറ്റലില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ പിന്നെ അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ഓളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഓടാനും ചാടാനും കളിക്കാനും പറ്റി. ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ നട്ടുച്ച വെയിലിരുന്നു എന്നുള്ളതാണ് കേട്ടോ. എന്നാൽ തന്നെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ചെന്നൊരു മൂടിക്കെട്ടിയ കാലാവസ്ഥയായിരുന്നു. അപ്പം പിന്നെ ആ വലിയ നട്ടുച്ച വെയിലിന് കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് വലിയ ആൾക്കാർക്ക് ഇങ്ങനെ സൈഡിൽ ഇരിക്കാനുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ കുട്ടികളെ കളിപ്പിക്കുകയാണെങ്കിൽ നമുക്കൊന്ന് റെസ്റ്റ് എടുത്തിരിക്കാനൊക്കെ ഉണ്ട്. പിന്നെ ഇതിന് താഴ്ഭാഗത്ത് വന്നിട്ട് പിന്നെ അടക്കാക്കളാണ് കേട്ടോ. അടക്കാക്കളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ അടക്കയൊക്കെ ഉണക്കാനിടുമല്ലോ, അങ്ങനെ ഇടുന്ന ഒരു സ്ഥലമാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ അത് തന്നെ നിറച്ച് പാറയും കാര്യങ്ങളൊക്കെയാണ് സൈഡിൽ കൂടെയൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്ത് മൊത്തം പിന്നെ സൈഡിൽ കൂടെയൊക്കെ അടക്കകൾ പരത്തിയിട്ടുണ്ട് കേട്ടോ, ഉണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഈ നായക്കുട്ടിയും തീയൊക്കെ ഇങ്ങനെ ആടിക്കളിക്കാൻ തുടങ്ങി. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ ബാക്ക് ഭാഗം മൊത്തം ഇങ്ങനെ അടക്കകൾ വരുത്തിയിട്ട് കേട്ടോ. ഈ ഭാഗത്ത് കൂടെയൊക്കെ നമുക്ക് വന്നിരിക്കാനുള്ളൊരു സെറ്റപ്പൊക്കെ ഉണ്ട്. ഇനി വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പോൾ കാറ്റും ഒരു ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഭംഗിയുള്ള ഒരു സമയം തന്നെ ആയിരിക്കും കേട്ടോ. ഉച്ച സമയത്ത് പോയതുകൊണ്ടാണ് എനിക്കിങ്ങനെ തോന്നിയത്. പിന്നെ ഇവിടെ മെയിനായിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് വന്നിട്ടുണ്ട്. ഒരുപാട് വലുതൊന്നുമല്ല, ഒരു ചെറുത്, ഒരു 10-12-13 മീറ്ററൊക്കെ നിങ്ങൾ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നമുക്ക് താഴത്തേക്ക് പോകാനുള്ള ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ അത് അവിടെ ഉണ്ട് കേട്ടോ. താഴത്തേക്ക് ഇങ്ങനെ പോയി ഇവിടെ ഫോട്ടോ എടുക്കാനുള്ള ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെ താഴത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാറകളിൽ ഡിസൈൻ ചെയ്ത് വെച്ച് കേട്ടോ. അല്ലാതെ പ്രത്യേകിച്ച് ഡിസൈനും നല്ല പെയിൻ്റ് അടിച്ചിട്ട് ഇങ്ങനെ പല കളറാക്കിയിട്ട് ഇങ്ങനെ കളർഫുള്ളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴത്ത് ചെറിയൊരു കുളം ഉണ്ട്, അതിൽ ചെറിയ കുട്ടികൾ കളിക്കാനുള്ളൊരു ബോട്ടിൻ്റെയും ഇതിൻ്റെയൊക്കെ സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ് കേട്ടോ. ഇത്ര നീളം തന്നെ ഉള്ളൂ. നമ്മളതിലൊന്നും കയറിയില്ല. ഒന്നാമത് അവിടെയൊക്കെ വൃത്തിയാക്കി വെച്ചിരിക്കണം ഉദ്ഘാടന പരിപാടിയുള്ള കാരണം കൊണ്ട് തന്നെ. പിന്നെ ഉച്ചവെയില കാരണം കൊണ്ട് തന്നെ ഗ്ലാസ്സൊക്കെ ചൂടായിട്ട് കിടക്കുകയാണ്, ചെരുപ്പിട്ട് കയറാനും പറ്റൂലല്ലോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയില്ല കേട്ടോ. അതിൽ കയറാൻ സ്പെഷ്യലായിട്ട് വലിയവർക്ക് 100 രൂപയും ചെറിയവർക്ക് 50 രൂപയാണ് കേട്ടോ ഫീസ്.
അപ്പോൾ ദിയൻ്റെ അടുത്ത് ഞാൻ കുറേ പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ കയറിക്ക വേണം ഏതായാലും വന്നതല്ലേ എന്ന്. അപ്പോൾ അവൾക്ക് അങ്ങനെ കയറാൻ താല്പര്യമില്ല, കാരണം അവൾ കയറിയില്ല. പിന്നെ ഒരുപാട് നീളമൊന്നുമില്ല, ചെറിയൊരു സെറ്റപ്പ്. പിന്നെ അവിടെ ഒരു യന്ത്ര ഊഞ്ഞാലുണ്ട്, അത്ര തന്നെ ഉള്ളൂ. താഴത്ത് ആ കുട്ടികൾക്ക് കളിക്കാനുള്ള ബോട്ടും കാര്യങ്ങളും. പിന്നെ ഇനായാണെങ്കിൽ ദിയാണെങ്കിലും ബോട്ടിലും കാര്യങ്ങളൊന്നും കളിക്കൂല, അതുകൊണ്ട് ഞങ്ങൾ താഴത്തേക്കൊന്നും ഇറങ്ങിപ്പോയില്ല, ഇവിടെ തന്നെ കളിച്ച് സമയം കളഞ്ഞു കേട്ടോ. അപ്പോൾ ഇതിൽ ഈ സാധനത്തിലൊക്കെ കയറാനാവുന്നു എക്സ്ട്രാ 30 രൂപ. അപ്പോൾ അതിലൊന്നും രണ്ടാൾക്കും തീയ പൊതുവെ അങ്ങനെയൊന്നും കയറൂല. പിന്നെ ഇനായക്കുട്ടി എനിക്ക് അങ്ങനത്തേലൊക്കെ ചാടിക്കുമ്പോൾ പേടി കേട്ടോ, എന്തെങ്കിലും സംഭവിക്കും എന്നുള്ളത്. ഈ ഹോള് പോലെ ഉള്ളതെന്ന് ഇറങ്ങി വരുന്ന ആ സാധനമൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ കയറാൻ എനിക്ക് പേടിയായിട്ട് കയറ്റിയിരുന്നില്ല. പക്ഷേ ദിയ ഒരു പ്രാവശ്യം ഒന്ന് കയറി കാണിച്ചു കൊടുത്തപ്പോൾ പിന്നെ ഇനായക്കുട്ടിക്ക് ഒരു പേടിയല്ല കേട്ടോ. ഞാൻ വിചാരിച്ച് പേടിച്ചിട്ടുള്ളൂ അതിൽ കയറൊന്നുമില്ല എന്ന്. അങ്ങനത്തെ ഒരു പേടിയോ കാര്യങ്ങളോ ഉള്ള ആളെ അല്ല ഉള്ളൂ കേട്ടോ, എന്നാ മനസ്സിലായത്. അപ്പോൾ ഈ ബോൾ ഹൗസിൽ കയറാൻ 30 രൂപ വേണം. അപ്പോൾ ഇനായക്കുട്ടിക്ക് അതിൻ്റെ ടിക്കറ്റ് എടുക്കാൻ പോയപ്പോൾ ഒരു പറഞ്ഞു അവൾക്ക് വേണ്ട, 2 വയസ്സായിട്ടുള്ളൂ, അവൾ കളിച്ചോട്ടേ പറഞ്ഞു. പിന്നെ ഒരുപാട് തിരക്കും കാര്യങ്ങളൊന്നുമില്ല, ബോൾ അവിടെ കുറച്ച് നേരം കളിച്ചോട്ടേ എന്ന് പറഞ്ഞു. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് ദിയ കയറി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനായ പേടിച്ചിട്ട് കയറൊന്നുമില്ല എന്ന്. പക്ഷേ ദിയ ഒരു പ്രാവശ്യം അതിൽ വന്ന് കാണിച്ചു കൊടുത്തപ്പോൾ പിന്നെ ഇനായ അതിൽ തന്നെ കേട്ടോ. പിന്നെ ആ സാധനമൊക്കെ ചൂടായി കിടക്കുകയാണ് വെയിലായ കാരണം കൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ ഒരുപാടൊന്നും അതിൽ കളിക്കണ്ടെന്ന് പറഞ്ഞെങ്കിലും ഇനായക്കുട്ടി കുറേ നേരം കളിച്ചു കേട്ടോ. അവൾക്ക് അങ്ങനത്തെ പേടിയോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഓളെക്കാളും വലിയ കുട്ടികൾ വന്നവരെ ഓലെ അമ്മയും അച്ഛനൊക്കെ അവിടെ ഇരുന്ന് ചീത്ത അറിയുന്നുണ്ട്, അത്ര ചെറിയ കുട്ടി കളിക്കുന്നുണ്ട് നിങ്ങൾ പോയി കളിച്ചോന്ന്. പക്ഷേ ചില കുട്ടികളൊക്കെ പേടിച്ചിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ കയറി വരണം, ഇത് കൂടി പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ചർച്ചയാണ്. അപ്പോൾ എന്തായാലും ഇനായക്കുട്ടി പോയത് മുതലാക്കിട്ടോ. പിന്നെ നമുക്ക് ഇങ്ങോട്ട് കോങ്ങാട് റോഡിൽ നിന്ന് സെൻറ്ററിൽ നിന്ന് കുറച്ചിങ്ങോട്ട് കയറിയിട്ട് ഒരു പോക്കറ്റ് റോഡാണുള്ളത്. ആ പോക്കറ്റ് റോഡ് കൂടി വരാനാണ് ബുദ്ധിമുട്ട് കേട്ടോ. ഏറ്റവും ചെറിയ റോഡാണ്. ഇപ്പം ഞാനൊന്നും എവിടെ നിന്നും അങ്ങനത്തെ അത്രയും ചെറിയ റോഡൊന്നും കണ്ടിട്ടില്ല, കുഞ്ഞ് റോഡാട്ടോ. അത് പിന്നൊക്കെ കയറി വരുന്നത് പാറപ്പുറത്ത് കൂടിയാണ് കയറി വരാൻ. വന്നു കഴിഞ്ഞാലും ഇത് പാറപ്പുറം സെറ്റപ്പും അവർ പാറപ്പുറം എന്നൊക്കെ തന്നെ തോന്നുന്നു പറഞ്ഞത്. വീട്ടുകാരോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ചില വീട്ടുകാരോടൊക്കെ ഇങ്ങനെ എവിടെയെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ പാറപ്പുറത്താണ് പറയുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ താത്ത ഇതിന് കാറ്റടിച്ചത് കേട്ടോ. ഇതാദ്യം ഞങ്ങൾ ചെന്നപ്പോൾ മൂടിയിട്ടിരിക്കുന്നു. പിന്നെ ഇതിന് കാറ്റൊക്കെ അടിച്ചിട്ട് ഇതിങ്ങനെ വീർപ്പിച്ച് വെച്ചപ്പോൾ അതിൽ കുറച്ച് നേരം കളിച്ചു. അപ്പോൾ ആദ്യം നായ്ക്കുട്ടിക്ക് അറിയണില്ല എങ്ങനെ കയറുക എങ്ങനെ ഇറങ്ങുക എന്നുള്ളതൊന്നും. ഒരു 3-4 പ്രാവശ്യമൊക്കെ വീണിട്ട് ഇങ്ങനെ പരിക്ക് വന്നപ്പോൾ പിന്നെ അവർക്ക് മനസ്സിലായി ഇതിൽ പിടിച്ചിട്ട് ബെൽറ്റിൽ പിടിച്ചിട്ടാണ് കയറുക എന്നുള്ളത്. അങ്ങനെ കയറുകയൊക്കെ ചെയ്തു കേട്ടോ. എന്തായാലും റിസ്ക് എടുക്കാനൊക്കെ തയ്യാറായ ആളാണെന്ന് മനസ്സിലായി ഇങ്ങനെ വന്നപ്പോൾ. മറ്റേത് നമ്മൾ ഇങ്ങനത്തേലൊന്നും ഇതുവരെ കൊണ്ടുപോയിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവരും കയറി കളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയവൾക്ക് എന്തായാലും, അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് കേട്ടോ. അപ്പോൾ ഓൾക്ക് ഇതിലൊക്കെ ഇങ്ങനെ ഈ പാർക്കിൽ കളിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിൽ ടൈൽസ് പണിക്ക് ടൈൽസ് എടുക്കാൻ വേണ്ടിയിട്ട് നൊട്ടമലയിലുള്ള കല്ലീസ് എന്ന് പറഞ്ഞ ഷോപ്പിക്കാട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെറിയ കുട്ടികൾ കളിക്കാനൊരു സെറ്റപ്പ് ഉണ്ട്. അതിൽ 2 പ്രാവശ്യം പോയിട്ട് കളിച്ച കാരണം കൊണ്ട് തന്നെ നൊട്ടമല വളവിൻ്റെ അവിടെ എത്തുമ്പോൾ അപ്പം കരയാൻ തുടങ്ങോട്ടെ കളിക്കാൻ പോകുക എന്നുള്ളത്. പിന്നെ വീട്ടിൽ വന്നിരുന്ന് കഴിഞ്ഞാലും പറയും കളിക്കാൻ പോകുക എന്ന്. അങ്ങനെയാണ് ഇപ്പോൾ ഈ പാർക്കിൽ കളിക്കുക എന്നുള്ളത് ആൾക്ക് മനസ്സിലായി തുടങ്ങിയത്. ഇപ്പോൾ ദിവസം അത് പറഞ്ഞിട്ട് തന്നെ വാശി കേട്ടോ വീട്ടിൽ. അപ്പം നമ്മൾ ഇടയ്ക്കൊക്കെ കാഞ്ഞിരപ്പുഴ പോകും. പിന്നെ ഇപ്പോൾ ഈ പറയണ പോലെ അവിടെ പോയപ്പോഴും തിരക്കായ കാരണം കൊണ്ട് തന്നെ പിന്നെ അവിടെയും പോകാൻ മടുത്തു. അപ്പോൾ അതിന് കുറച്ച് ബോളൊക്കെ എടുത്തിട്ട് പിന്നെ കളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുകയല്ലേ ചോദിച്ചാൽ എന്ത് ചെയ്താലും പറയില്ല അവിടെ കളിക്കുകയാണ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഒരുപാട് ദൂരത്തുനിന്ന് റിസ്ക് എടുത്തിട്ട് ഇവിടെ വന്നിട്ട് വലിയ കാര്യമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ 4 ഓറമുള്ള ചുറ്റുപാറുള്ള ഏറ്റവും അടുത്ത ആൾക്കാർക്കൊക്കെ വന്നിരുന്നിട്ട് വൈകുന്നേരങ്ങളിലൊക്കെ കുട്ടികളെ കളിപ്പിക്കാൻ പറ്റിയൊരു സ്ഥലം എന്നേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. വീട്ടിൽ പോവാ വെള്ളം കുടിച്ച പോവാ ഇനായ വീട്ടിൽ പോവാ. ഇനി പോവാ വീട്ടിൽ പോവാ, ഉമ്മമാൻ്റെ വീട്ടിൽ പോവാ. പോവാ പന്ത് കളിച്ചിക്ക്. ഇനി പോവാം നമുക്ക്.
അപ്പോൾ നമ്മൾ ഓരോ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതാ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ താഴത്ത് പോകാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.